ഈ കപ്പ വെച്ചിട്ട് തന്നെ എന്തൊക്കെ വിഭവങ്ങളാ അല്ലേ? അപ്പം ഇന്ന് നല്ലൊരു പാൽക്കപ്പയുടെ റെസിപ്പി ആയാലോ? ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പം നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 8 അല്ലി ചെറിയുള്ളിയും കുറച്ച് കാന്താരി മുളകും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് ചതച്ച് മാറ്റി വെക്കാം. ഇനി ഒരു 1.5 കപ്പ് നാളികേരപ്പാൽ എടുത്തിട്ടുണ്ട്. അരമുറി നാളികേരത്തിൻ്റെ പാലാണ്, ഒരു മീഡിയം തിക്നെസ്സിലുള്ള പാലാണ്. ഇനി ഒരു ചട്ടി വെച്ചിട്ട് നമുക്ക് കഴുകി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കപ്പ വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതായത് കപ്പ മുങ്ങി നിൽക്കത്തക്ക വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം. ഒരു 10-15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും തന്നെ കപ്പ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ കപ്പ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളയാം. ഇനി ഇതിലോട്ട് നമ്മൾ മുന്നേ ചതച്ച് വെച്ചേക്കുന്ന ഉള്ളിയുടെയും കാന്താരിമുളകിൻ്റെ ഒക്കെ കൂട്ട് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്യുന്ന നേരത്ത് നമ്മുടെ തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഈ കപ്പയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് പേസ്റ്റ് പോലെ ഒന്നും ആവണ്ട, എന്നാൽ കുറച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്യുന്ന നേരത്ത് നമുക്ക് തേങ്ങാപ്പാൽ എടുത്തത് കുറവാണെന്നോ തിക്നെസ് കൂടുതലാണെന്നോ തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു, കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തണുക്കുമ്പോഴേക്കും നന്നായിട്ട് തന്നെ തിക്കായിട്ട് മാറും. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി കടുക് വറുത്തിടാം. അതിനായിട്ടൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽമുളകും അതുപോലെ കുറച്ച് ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് പാൽക്കപ്പയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല, നമുക്ക് ആ തേങ്ങാപ്പാൽ എടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ്. നല്ല മുളകിട്ട മീൻകറിയുടെ കൂടെയും അതുപോലെ നല്ല എരിവുള്ള ബീഫ് കറിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിപ്പോൾ ഇവിടെ സെർവ് ചെയ്തേക്കുന്നത് നല്ല മുളകിട്ട മീൻകറിയുടെ കൂടെയാണ്. പിന്നെ ഈ മീൻകറിയുടെ റെസിപ്പി നമ്മുടെ ചാനലിൽ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കൂ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്